Hello everyone. So, in this video, Srinarayana Guru Open University BA English Language and Literature ennulla course inde 4th sem il ancillary course aayittulla news reporting and editing ennulla subject inde block 3 aayittulla specialized reporting ennulla block ile unit 2 aayittulla reporting politics economy sports development and governance crime and disasters ennu parayna unit aanu idinu munne ulla unitകളുടെ വീഡിയോ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സോ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് പൊളിറ്റിക്സ് ഇക്കോണമി സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവേണൻസ് ക്രൈം ആൻഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഓക്കെ, സോ എന്താണ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്, ക്രൈം എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ഡിസാസ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ഇക്കോണമീനെ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഡെവലപ്മെൻറ്റിനെയും ഗവർണൻസിനെയും നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കളക്ട് ചെയ്ത ഇൻഫർമേഷനെ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പ്രസൻറ്റിംഗ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഇൻ എ റീഡർ ഫ്രണ്ട്ലി ആൻഡ് റിയലിസ്റ്റിക് മാനർ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ എന്ത് പറയുക, റിപ്പോർട്ടിംഗ് എന്ന് പറയാം. സോ ഇതിൻ്റെ സ്റ്റൈലും നേച്ചറും ഡിഫറെൻറ്റ് ഫീൽഡിനനുസരിച്ച് വേരി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യും. GDP, ബൂം, റിസഷൻ അങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെയാണ് എന്നുണ്ടെങ്കിലോ കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജിൽ കുറച്ചുകൂടെ നല്ല രീതിക്കായിരിക്കും നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എൻ്റയർ സ്ട്രക്ചർ ഓഫ് റിപ്പോർട്ട് ഹെഡ്ലൈൻ മുതൽ കൺക്ലൂഷൻ വരെ സബ്ജക്റ്റിനനുസരിച്ച് ചേഞ്ച് ആവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ നമ്മൾ ഓരോരോ ടൈപ്പ് ഓഫ് റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യത്തെയാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്താണെന്നുള്ളത് പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ജേർണലിസം ദാറ്റ് കവേഴ്സ് എവറിത്തിങ് റിലേറ്റഡ് ടു പോളിസി മേക്കിംഗ് ആൻഡ് പോളിസി മേക്കേഴ്സ്. ഓക്കെ, പോളിസി മേക്കിങ്ങും പോളിസി മേക്കേഴ്സിനെയും കുറിച്ചുള്ള എല്ലാ ന്യൂസുകളെയും നമുക്ക് എന്ത് പറയാം, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാം. സോ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ്റെ ബേസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രോഡ് ഏരിയ ഓഫ് ജേർണലിസമാണ് എന്ത്, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ അവിടെ എന്തൊക്കെ വരും, ഇലക്ഷൻ ക്യാമ്പയിൻസ് വരും, വോട്ടിംഗ്, പാർലമെൻ്ററി മീറ്റിംഗ്, എന്തെങ്കിലും കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്, പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പ്രൊപ്പഗാൻഡ, പബ്ലിക് ഇൻട്രസ്റ്റിൽ വരുന്ന ന്യൂസുകൾ, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, പ്രസ് കോൺഫറൻസസ് നടത്തുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം കവർ ചെയ്യുന്നത് ഏതിൻ്റെ അണ്ടറിലാണ്, പൊളിറ്റിക്കൽ ജേർണലിസത്തിൻ്റെ അണ്ടറിലാണ്. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴിയാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സോ ഒരു മാസ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഒരു കുറച്ചധികം ആൾക്കാരുടെ ഒപ്പീനിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇത് തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെല്ലാം അപ്ഡേറ്റ് ചെയ്യുക മാത്രമല്ലാതെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻസ് കൊടുക്കുക, ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഇതിൽ വരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയമാണ്. ഓക്കെ, ഇതിൽ തന്നെ വരുന്നൊരു കാര്യമാണ് പാർലമെൻ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പാർലമെൻ്ററി പ്രൊസീഡിങ്സിനെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർലമെൻ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുക. പാർലമെൻ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, ലോക്സഭയും വരും, രാജ്യസഭയും വരും. സോ റിപ്പോർട്ടേഴ്സ് അവിടെയുള്ള പ്രൊസീഡിങ്സും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് TV-യിലും ന്യൂസ് പേപ്പറിലും മൊബൈൽ ഫോൺസിലും ഒക്കെ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാർലമെൻ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയാം. സോ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. പബ്ലിക്കിന് മാനിപ്പുലേഷൻ ഇല്ലാതെ തന്നെ എക്സാക്ട് ഫാക്ട് എന്താണോ അത് ഇൻഫോം ചെയ്യുക. കുറച്ചുകൂടെ പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യാനും റീഇൻഫോഴ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. പബ്ലിക്കിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പറയുന്ന കാര്യമാണ്. ദെൻ ഗവൺമെൻറ്റിൻ്റെ ഒരു വാച്ച് ഡോഗ് ആയിട്ട് വർക്ക് ചെയ്യുക. പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയിൽ നിന്നും ഇൻഫർമേഷനെ ഫ്രീ ആക്കി നിർത്തുക. ന്യൂസും വ്യൂസും എല്ലാം കൊടുത്ത് പീപ്പിളിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ പർപ്പസ്, പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ പർപ്പസ്. ദെൻ അടുത്ത ടോപ്പിക്കാണ് സ്പോർട്സ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സ്പോർട്സ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്പോർട്സ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അറിയാം. സ്പോർട്സിനെ കുറിച്ചുള്ള ന്യൂസ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, സ്പോർട്സ് റിപ്പോർട്ടിംഗ് എന്ന് പറയുക. ടെലിവിഷൻ കുറച്ചുകൂടെ വന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സ്പോർട്സ് എല്ലാ വീടുകളിലേക്കും എത്തുന്നത്. ഓക്കെ, അതിപ്പോൾ ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും ബാഡ്മിൻ്റൺ ആണെന്നുണ്ടെങ്കിലും വോട്ടെവർ ഇറ്റ് ഈസ്, സ്പോർട്സ് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ടെലിവിഷൻ്റെ വരവോട് കൂടിയിട്ടാണ്. കുറച്ചുകൂടെ വിസിബിളായി തുടങ്ങി. സ്പോർട്സ് റിപ്പോർട്ടർക്ക് സ്പോർട്സ് ഇവൻറ്റ്സിനെ കുറിച്ച്, അവരുമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂസിനെ കുറിച്ച്, എന്തെങ്കിലും അലിഗേഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, എന്തെങ്കിലും കേസുകൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സ്പോർട്സ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.
സ്പോർട്സ് റിപ്പോർട്ടിംഗ് പൊതുവേ വന്നിട്ടുണ്ടായിരുന്നത് 1990s അതുവരെ ഉണ്ടായിരുന്നില്ല. സ്പോർട്സും ക്രൈം റിപ്പോർട്ടിങ്ങും എല്ലാം വരുന്നത് 1990s 1990കളിലാണ് വരുന്നത്. അതിന് മുന്നേ എല്ലാ ടൈപ്പ് ഓഫ് ന്യൂസും ഒരാൾ തന്നെ എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പോർട്സ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെ റൂൾസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓരോ സ്പോർട്സിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഈ സ്പോർട്സ് റിപ്പോർട്ടിംഗ് പ്രിൻറ്റിനും ബ്രോഡ്കാസ്റ്റ് മീഡിയയ്ക്കും ഡിഫർ ചെയ്ത് വരുന്ന രീതിക്കാണ് വരാറുള്ളത്, ഡിഫറൻ്റ് ആയിട്ടാണ് വരാറുള്ളത്. കുറച്ചുകൂടെ മീഡിയ കവറേജ് സ്പോർട്സിനുള്ളത് കൊണ്ട് തന്നെ ചാനലുകൾ സ്പോർട്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ചാനലുകൾ നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇടാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം സ്പോർട്സിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം മീഡിയ കവറേജും ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സ്പോർട്സ് റിപ്പോർട്ടിംഗ് വരുന്ന സമയത്ത് ഹാർഡ് ന്യൂസ് ആയിട്ടും എഴുതാം, സോഫ്റ്റ് ന്യൂസ് ആയിട്ടും എഴുതാം. ഇത് രണ്ടും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ സബ്ജക്റ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ഹാർഡ് ന്യൂസോ സോഫ്റ്റ് ന്യൂസോ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഒളിമ്പിക്സിൻ്റെ വെന്യൂവിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ന്യൂസ് ആണ്. പക്ഷേ എന്തെങ്കിലും ഒരു സ്കാൻഡലോ കോൺട്രവേഴ്സിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ഹാർഡ് ന്യൂസ് ആയിട്ട് മാറും. സ്പോർട്സ് റിപ്പോർട്ടിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ജാർഗൻസ് ഉണ്ട്. കാരണം നമ്മൾ ഓരോ സ്പോർട്സിനെ കുറിച്ചും പറയുന്ന സമയത്ത് ഇപ്പോൾ ക്രിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പിൻ, ബൗൺസ് ഔട്ട്, ഡെഡ് ബോൾ, ഫീൽഡിങ്, ഫ്രീ ഹിറ്റ് എന്നൊക്കെ പറയുന്ന ടേംസ് അതിൽ നോർമലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ധാരണ ഈ ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കണം. ദെൻ സ്പോർട്സ് റിപ്പോർട്ടർക്ക് ആ ഒരു ഓരോ ടേംസും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും ഷോർട്ട് ഫോംസ് ഒക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ന്യൂസ് എഴുതാനായിട്ട്. അതുപോലെ തന്നെ സ്പോർട്സ് റിപ്പോർട്ടർ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് വേണം എഴുതാൻ. കാരണം ഇത് വായിക്കുന്ന ആൾ ആ ഗെയിം ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള ആളായിരിക്കും. സോ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് റീഡേഴ്സിന് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക, ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുക, കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തുക എന്നുള്ളതൊക്കെയാണ് സ്പോർട്സ് റിപ്പോർട്ടിങ്ങിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു സർട്ടൻ സ്പോർട്ട് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കുറച്ചുകൂടെ ആ ഒരു സ്പോർട്സ് പീപ്പിൾസിനെ കുറിച്ചുള്ള പ്രൊഫൈൽ പറയുക, സ്പോർട്സിൻ്റെ വെന്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക, ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് കൺട്രീസിനെ കുറിച്ച് പറയുക, അങ്ങനെയുള്ളതെല്ലാം ഏതിൽ വരുന്നതാണ്? സ്പോർട്സ് റിപ്പോർട്ടിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റിപ്പോർട്ടിംഗ് ക്രൈംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം 2019 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസസ് എന്ന് പറയുന്നത് 32 ലക്ഷം ക്രൈമുകളാണ്. ഓക്കെ, സോ ക്രൈം റേറ്റ് നമ്മുടെ പോപ്പുലേഷൻ പോലെ തന്നെ കൂടിക്കൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ക്രൈം എന്ന് പറയുമ്പോൾ മർഡർ ആവാം, കിഡ്നാപ്പിംഗ്, പബ്ലിക് ട്രാങ്ക്വിലിറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ്, വിമൺ ആൻഡ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒഫൻസസ്, ദെൻ അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, സൈബർ ക്രൈംസ്, അങ്ങനെയുള്ള എല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ക്രൈംസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇതൊരു ബ്രോഡ് ഏരിയയാണ് എന്നാണ് പറഞ്ഞു വന്നത്. സോ ഈ എല്ലാ ക്രൈംസിനെ കുറിച്ചും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങാനായിട്ട്. സോ ഇവിടെ കുറച്ച് എലമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കാര്യമാണ് ആക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂസിൻ്റെ സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ക്രൈം നടന്നു എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് നിങ്ങൾ അറിഞ്ഞത്, റിപ്പോർട്ടർ അറിഞ്ഞത് എന്നുള്ള സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെയൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം ഈ ഒരു റിപ്പോർട്ടർ കൊടുക്കുന്ന എല്ലാത്തിനും ആരാണ് അക്കൗണ്ടബിൾ ആവുക? ഈ റിപ്പോർട്ടറാണ് അക്കൗണ്ടബിൾ ആവുക. ഓക്കെ, ഈ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് പോലീസിൻ്റെ റിപ്പോർട്ടുകളായിരിക്കും നമ്മുടെ സോഴ്സുകളായിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ ആവുന്ന സമയത്ത് റിപ്പോർട്ടർ അക്കൗണ്ടബിൾ ആവില്ല. കാരണം ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരായിരിക്കും അക്കൗണ്ടബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ സോഴ്സിൻ്റെ ആക്സസ് എവിടെ നിന്നാണ് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ കാര്യമാണ് അക്വിസിഷൻസ് എന്ന് പറയുന്നത്. അതായത് സസ്പെക്റ്റുകളായിട്ടുള്ള ആൾക്കാരെ കുറ്റക്കാരായിട്ട് കാണിക്കുന്ന തരത്തിൽ ന്യൂസുകൾ എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതിനർത്ഥം കോടതി വിചാരണ എല്ലാം കഴിഞ്ഞ് കോടതി പ്രഖ്യാപിക്കുന്നത് വരെ അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി പ്രഖ്യാപിക്കുന്നത് വരെ അയാൾ കുറ്റക്കാരനല്ല. ഓക്കെ, സോ അയാൾ സസ്പെക്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സസ്പെക്റ്റിനെ കുറച്ചുകൂടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസും അതിൽ വരാൻ സാധ്യതയുണ്ട്. അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം അയാൾ ഗിൽറ്റി അല്ല എന്നുള്ള രീതിക്കാണ് വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഒരിക്കലും എക്സാജറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പൊലിപ്പിച്ച് കാണിക്കാനോ
റിപ്പോർട്ടർ നിൽക്കാനായിട്ട് പാടില്ല. ക്രൈം റിപ്പോർട്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ISROൻ്റെ സ്പൈൻ്റെ കേസ് വന്ന സമയത്ത് നമ്പി നാരായണൻ എന്ന് പറയുന്ന റിട്ടയർ ആയിട്ടുള്ള സ്പേസ് എഞ്ചിനീയറിനെ ഫോൾസ്ലി അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പേപ്പറുകളിലൊക്കെ അയാളെ കുറിച്ച് മോശമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അത് പിന്നീട് അയാളെ കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് ചെറിയൊരു ന്യൂസായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് അയാൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലാണ്. അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആണ് കോർട്ട് കവറേജ് എന്ന് പറയുന്നത്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ശേഷം ഒബ്വിയസ്ലി ഈ ക്രൈമുകളെല്ലാം എവിടേക്ക് പോകും? കോടതിയിലേക്ക് പോകും. കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ സോ കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം റിപ്പോർട്ടർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. കോടതിയുടെ ലാംഗ്വേജിന് അതിൻ്റേതായിട്ടുള്ള ജാർഗൻസ് ഉണ്ട്. അവിടെ അതിൻ്റേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ആ ടേംസ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതായത് അഫിഡവിറ്റ്, ബെയിൽ, ഡിഫൻഡൻറ്റ്, പ്ലീ, ചാർജ്, അപ്പീൽ എന്നൊക്കെ പറയുന്ന വേർഡ്സ് നമ്മൾ കോടതിയിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രൈം സ്റ്റോറിയിൽ 5 Ws കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹൂ, വാട്ട്, വെൻ, വേർ, വൈ. ഓക്കെ, ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നുള്ളതിന് ആൻസേഴ്സ് ക്രൈം ന്യൂസിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്രൈം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിറ്റിവിറ്റിയോട് കൂടെ തന്നെ വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലും ആവാം, ഹ്യൂമൻ മെയ്ഡും ആവാം, അല്ലെങ്കിൽ മാൻ മെയ്ഡും ആവാം. എർത്ത്, ഫ്ലഡിങ്, ലാൻഡ് സ്ലൈഡ്സ് ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഓയിൽ സ്പില്ല്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, ഫെമൈൻ അങ്ങനെയുള്ളതൊക്കെ ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഈ ഡിസാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്നത്. സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു പേജ് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു ചിത്രത്തിന് സാധിക്കും എന്നുള്ളതാണ് ഈ ഫോട്ടോ ജേർണലിസം കൊണ്ടുവരുന്നത്. ഫോട്ടോസിന് കുറച്ചുകൂടി ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേർഡ്സിനേക്കാളും പവർഫുൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ പ്രൈസ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെവിൻ കാർട്ടറിൻ്റെ ഒരു ഹോണ്ടിങ് ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്റ്റാർവിങ് കിഡിൻ്റെ ഫോട്ടോഗ്രാഫാണ് സുഡാനിൽ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര സ്റ്റാർവ് ചെയ്തിരിക്കുന്ന, വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഫോട്ടോ എടുത്ത പേഴ്സൺ സൂയിസൈഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ആ ഒരു ഹ്യൂമൻ സഫറിങ്ങിനെ വിറ്റ്നസ് ചെയ്തത് കൊണ്ട്. സോ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഇമേജസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നത് അത്രയും ഇമോഷണലി ഡ്രെയിൻ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന പേഴ്സൺസിന് കുറച്ചുകൂടെ സ്ട്രോങ് ഹാർട്ടും ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാടധികം ട്രാജഡീസും വേദനകളും പെയിനും ഒക്കെ ആയിരിക്കും അവരവിടെ കാണുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കാര്യം റിപ്പോർട്ടറുടെ സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ എക്യുപ്മെൻറ്റ് ടീം, ഇപ്പോൾ ക്യാമറയും സാധനങ്ങളൊക്കെ ആയി പോയിട്ട് വെള്ളത്തിൽ അവരും അവരുടെ ക്യാമറയും ഒലിച്ചു പോയി എന്നുള്ള രീതിക്ക് വരാനായിട്ട് പാടില്ല എന്നുള്ളത് കൊണ്ട് ഫ്ലഡ്സോ ഹെവി റെയിൻഫോളോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കണം. അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വരാനായിട്ട് പാടില്ല. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്ക്യൂ എഫേർട്സിന് ഒരു റോള് വഹിക്കാറുണ്ട് പൊതുവേ. നമ്മളുടെ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റിപ്പോർട്ടേഴ്സ് മോസ്റ്റ്ലി ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരുന്നു കുറേ അധികം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും വിറ്റ്നസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തോ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അവർക്ക് നേരെ പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ കയറി ചോദിക്കരുത്. ബിക്കോസ് അവർ ഓൾറെഡി ഒരു ട്രോമയിലാണ് അല്ലെങ്കിൽ പെയിനിലാണുള്ളത്. സോ അത് കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓൺ സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഡിസാസ്റ്റേഴ്സ് കവർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. ഇൻഫർമേഷൻസ് ന്യൂസ് ഏജൻസീസിൽ നിന്ന് ഗ്യാദർ ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരത്ത് നിന്ന് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മിസ്ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതോറിറ്റീസിൻ്റെ അടുത്തും ബാക്കിയുള്ള മീഡിയ പേഴ്സൺസിൻ്റെ അടുത്തൊക്കെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റിസ്ക്കുകൾ റെഡ്യൂസ് ചെയ്യാനും ഫാക്റ്റുകളൊക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇക്കണോമീനെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് ഇക്കോണമി. ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. ഇക്കണോമിക് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ഡെറ്റ്, ലേബർ, ടാക്സ് പോളിസി, ഫിസിക്കൽ പോളിസി, ബഡ്ജറ്റ്, എംപ്ലോയ്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ വരുന്നതാണ്? ഈ റിപ്പോർട്ടിംഗ് ഇക്കോണമിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടേംസുകളൊക്കെ റിപ്പോർട്ടർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. GDP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇക്കോണമി റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഇപ്പോൾ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ കാര്യമല്ല. നമ്മളുടെ ആൻഷ്യൻ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് ആയിട്ടുള്ള അർത്ഥ
അർത്ഥശാസ്ത്രയിൽ തന്നെ, നമ്മുടെ കൗട്ടില്യ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്രയിൽ തന്നെ 3rd സെഞ്ചുറിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സാധനമാണത്. അതിൽ തന്നെ ഇക്കണോമിക് ആൻഡ് മിലിറ്ററി പോളിസീസിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനൊരു റിച്ച് ഹിസ്റ്ററിയാണ് ഇക്കണോമിക് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ദ ന്യൂ ഹാംപ്ടൺ ജേണൽ, അതേപോലെ ദ ന്യൂയോർക്ക് ഹെറാൾഡ്, അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ബിസിനസ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ 18th and 19th സെഞ്ചുറിയിൽ തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ദ വാൾ സ്ട്രീറ്റ് ജേണൽ 1889 വന്നിട്ടുള്ളതാണ്. അതൊക്കെ കുറച്ചുകൂടെ ബിസിനസ് റിപ്പോർട്ടിങ്ങിന് റിനൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രൊഫഷണൽ സ്കില്ല് വേണം. കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം എടുത്ത് അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്കില്ല് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഇക്കണോമിക് ജേർണലിസ്റ്റിന് അല്ലെങ്കിൽ ഇക്കണോമിക് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ജേർണലിസ്റ്റിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യമുള്ളൊരു കാര്യമാണ്. പബ്ലിക്കിൻ്റെ അടുത്തൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. ഓഫീഷ്യൽസിനെയൊക്കെ അക്കൗണ്ടബിൾ ആക്കാനും കുറച്ചുകൂടെ ഗവൺമെൻറ് ഡിസിഷൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഈ ഒരു റിപ്പോർട്ടിംഗ് ആണ് ഹെൽപ്ഫുൾ ആയിട്ട് വരാറുള്ളത്. ഇതിൽ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഇക്കണോമി റിപ്പോർട്ടർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്കില്ലും റിസോഴ്സസും ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ കാര്യമാണ് ഇൻഫർമേഷൻ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഇക്കോണമിനെ കുറിച്ചും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചും പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ഡാറ്റനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാനും കറൻറ്റ് ഡാറ്റയും പാസ്റ്റ് ഡാറ്റയും എല്ലാത്തിനെക്കുറിച്ചും ഒരു ഇൻഫർമേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള സോഴ്സുകളിൽ നിന്നും അങ്ങനെ ഇൻഫർമേഷൻ കോപ്പി ചെയ്ത് റിപ്പോർട്ടാക്കി മാറ്റുക എന്നുള്ളതിലല്ല ഇവിടെ വരുന്നത്. ക്വാളിറ്റി ഓഫ് റിപ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക, അതിനെക്കുറിച്ച് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്ക് മാത്രമാണ് ഈ ഒരു റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗാദറിംഗ് ആണ്. സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ അടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു അവരുടെ അസിസ്റ്റൻസോട് കൂടിയിട്ട് വേണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ബെറ്റർ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രസ് റിലീസസോ കമ്പനികളുടെ ഓർഗനൈസേഷൻ്റെയോ ഒക്കെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനോ എല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. റിലയബിൾ ആയിട്ടുള്ള ന്യൂസ് സോഴ്സസിൽ നിന്ന് വേണം നമ്മൾ ഇൻഫർമേഷൻ മുഴുവൻ എടുക്കാനായിട്ട്. ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം മോണിറ്റർ ചെയ്യുക, ടാക്സ് ഓഫീസ്, ബഡ്ജറ്റ് റിപ്പോർട്ട്, ഫിനാൻസ് മിനിസ്ട്രി, അങ്ങനെയുള്ളവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഈ ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കണം. കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് എക്കണോമിക് ഡാറ്റ വരുന്നത് എവിടെയാണ്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഓക്കെ, അടുത്ത കാര്യമാണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു കീ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. GDP, GNP എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇയാൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഈ ഒരു പേഴ്സൺ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്കണോമിക് റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് കാര്യമാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇക്കണോമിക് ന്യൂസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് എല്ലാം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദ വാൾ സ്ട്രീറ്റ് ജേണൽ, ദ ഇക്കണോമിസ്റ്റ്, ഫോബ്സ്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, ബിസിനസ് ടുഡേ, ബിസിനസ് ഇന്ത്യ പോലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം നമ്മളുടെ റിസോഴ്സസ് ആണ്. വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കൊടുക്കാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവേണൻസിൻ്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ കണ്ടംപററി ജേർണലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഡയമെൻഷനാണ് ഈ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവേണൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ ഫ്ലഡ് വന്ന സമയത്തൊക്കെ ന്യൂസ് ചാനൽസും സോഷ്യൽ മീഡിയയും ഒക്കെയാണ് എഫക്റ്റീവായിട്ട് അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ അതിനുശേഷം ആവശ്യമുള്ള ഫെസിലിറ്റീസ്, അവർക്കുള്ള ഫുഡ്, വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് അവർക്കുള്ള സഹായങ്ങൾ, അതെല്ലാം ചെയ്തത് ഈ ഒരു സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിങ്ങിലൂടെയൊക്കെ തന്നെയാണ്, ജേർണലിസ്റ്റിലൂടെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ വയനാട് ദുരന്തത്തിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ന്യൂമറസ് ആയിട്ടുള്ള മീഡിയ ഗ്രൂപ്പ്സ് ആണ് എക്സ്ക്ലൂസീവ്ലി നമ്മളുടെ ന്യൂസ് സ്റ്റോറീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പരി എന്ന് പറയുന്ന നമ്മളുടെ ഒരു സംഘടനയുണ്ട്, പീപ്പിൾസ് അർച്ചീവ്സ് ഓഫ് റൂറൽ ഇന്ത്യ. അതിനെയാണ് നമ്മൾ പരി എന്ന് പറയുക, PARI. സോ അത് എമിനൻറ്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള P. സായിനാഥാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റാമോൺ മഗ്സേസെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള 2017 അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള പേഴ്സണാണ് ഈ P. സായിനാഥ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നോട്ടബിൾ എക്സാമ്പിളാണ് നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റൽ റിപ്പോർട്ടിങ്ങിന് നോട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആണ് ഈ ഒരു ഡെവലപ്മെൻറ്റൽ റിപ്പോർട്ടേഴ്സ് കവർ ചെയ്യുക. ഫാർമേഴ്സ്, ലേബറേഴ്സ്, സ്റ്റുഡൻസ്, സ്കൂൾസ്, റൂറൽ, വില്ലേജ്, ഹെൽത്ത്, ലൈവ്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ആണ് ഈ ഒരു ഡെവലപ്മെൻറ്റൽ റിപ്പോർട്ടിങ്ങിൽ അവർ കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ,
ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റിമെമ്പർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആയിരിക്കും ഡെവലപ്മെൻറ്റൽ എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ പറയുന്നുണ്ടായിരിക്കാം. സോ ഇതിൻ്റെ എല്ലാത്തിനെയും ഫാക്ച്വൽ ഇൻഫർമേഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പോവർട്ടി, ലേബർ, എക്സ്പ്ലോറേഷൻ, ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫാക്റ്റുകൾ വേണം നമ്മൾ പറയാനായിട്ട്. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പാടില്ല. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇൻഡിവിജ്വൽസിൻ്റെ ജീവിതം ഗ്ലോബൽ കോർപ്പറേഷൻസിലേക്ക് മെർജ് ചെയ്ത് എടുക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ചിട്ട് വേണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്, പ്രോപ്പറായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വേണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും പറയുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ. ജാർഗൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഫിഗേഴ്സും ഇമേജസും ഇൻഫോഗ്രാഫിക്സും റീഡർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. സക്സസ് സ്റ്റോറീസോ പ്രൊഫൈൽസോ ഫീച്ചേഴ്സോ ഇൻ്റർവ്യൂസോ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ വേയിൽ വേണം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവേണൻസിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റിപ്പോർട്ടിംഗ് എന്നുള്ളതും അത് വേരിയസ് ഏരിയാസിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതുമാണ്. പൊളിറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും, സ്പോർട്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ക്രൈം, ഡിസാസ്റ്റർ, ഇക്കോണമി, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവർണൻസ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.